അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളനാട് ശശി CPM-ലേക്ക് പോയപ്പോഴത്തേക്കും അച്ഛനെ കൂടെ അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പാർട്ടിയിൽ ചേരാനായിട്ട്. അപ്പം അച്ഛനത് വിസമ്മതിച്ചിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ഇമോഷണൽ ടോർച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബാങ്കിൽ വന്ന് പുള്ളിയുടെ കുറച്ചെന്തോ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് പിൻവലിക്കുകയും അതിന്റെ ബാക്കി കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഗേറ്റിലിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയും മുണ്ട് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും, എൻ്റെ അമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മുണ്ട് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരിക്കില്ല? അപ്പോൾ ചേച്ചി ഹോസ്റ്റലിലാണ്, ഞാനും വെല്ലൂരിൽ നിന്ന് പഠിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പുറത്തായിരുന്നു. അപ്പം അച്ഛൻ ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം ഈ ലോണ് എടുത്തിട്ടുള്ളവരുടെ നിന്ന് കാശൊക്കെ പിരിക്കാനായിട്ട് ഫുൾ ടൈം അതിന്റെ വർക്കിലൊക്കെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം 60 ലക്ഷം രൂപ പലരുടെയും പേരിൽ വായ്പ എടുത്തു എന്നുള്ള ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെള്ളനാട് ശശി എന്നുള്ളതാണ്. ഈ വായ്പയൊക്കെ തിരിച്ചടച്ചത് പല വസ്തുക്കളും വിറ്റാണ് അച്ഛൻ ഇപ്പോൾ അടച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈരാഗ്യം ഉണ്ടായതിന് പിന്നിൽ എന്താണ്? ശരിക്കും ഈ പാർട്ടി മാറുന്നതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ആരോപണമുണ്ടോ ഇദ്ദേഹത്തിന്റെ പേര്? ഇദ്ദേഹത്തിന് പുറമെ അസിസ്റ്റന്റ് രജിസ്ട്രാർ കാട്ടാക്കട ബിനിന്റെ പേര് കൂടി പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ ഓഡിറ്റിംഗ് എല്ലാം നടത്തിയത് അദ്ദേഹം കൂടിയാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വെള്ളനാട് ശശി അച്ഛന് CPM-ലോട്ട് ചേരണമെന്ന് ഫോഴ്സ്ഫുള്ളി പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ അതിന് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പാലോട് രവി കോൺഗ്രസ് നേതാവിനെതിരെ കള്ളമൊഴി കോഴക്കേസിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും അച്ഛൻ കൊടുക്കാൻ ഏത് കോഴക്കേസിലാണ്? അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയില്ല. അച്ഛൻ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞതാണ്, നമ്മുടെ അടുത്ത് ലാസ്റ്റ് ഒരു 2 days ബാക്ക് കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. അപ്പം ഇതിനെല്ലാം വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛനെതിരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബാങ്കിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. ബാങ്കിലുള്ള ഈ അച്ഛൻ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരിക്കുന്ന 4 സ്റ്റാഫിനെ വെച്ചിട്ട് ഫസ്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓറൽ പബ്ലിസിറ്റിയാണ്. ബാങ്ക് പൊളിയാൻ പോവാണ്, എല്ലാ ഡെപ്പോസിറ്റേഴ്സും വന്ന് കാശ് എടുത്തോളൂ. എന്നിട്ട് ഈ വെള്ളനാട് ശശിക്ക് തന്നെ അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം വന്ന് പിൻവലിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലുള്ള എല്ലാ ഡെപ്പോസിറ്റേഴ്സിനെയും കൊണ്ടുവന്ന് ബാങ്കിന് എല്ലാം ഡെപ്പോസിറ്റ്സ് എല്ലാം പിൻവലിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ബാങ്കിന് പെട്ടെന്ന് കാശ് കൊടുക്കാനില്ലാണ്ടായി. അതിനുശേഷമാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ഈ വെള്ളനാട് ശശിയുടെ ഇൻഫ്ലുവൻസിലുള്ള ഒരാളാണ്. അത് ഈ പറയുന്ന ഈ 4 പേര്, ഈ മഞ്ജു, മായ, അർച്ചന, ശ്രീജ എന്നുള്ള ഈ 4 സ്റ്റാഫുകളെ ഉപയോഗിച്ച് അതിനകത്ത് ഇവർ കൊടുക്കുന്ന ഈ 4 സ്റ്റാഫുകൾക്ക് മാത്രമേ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പം അറിയുള്ളൂ. അവിടെ പ്രവർത്തിക്കുന്ന വേറെ ഒരു സ്റ്റാഫിനും അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇവർ കൊടുക്കുന്ന ഇൻഫോർമേഷനും ലിസ്റ്റും ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രമക്കേടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാങ്കിന് കയ്യിൽ ഈ പ്രമാണങ്ങളുണ്ട്. അപ്പം നമ്മൾ കേട്ടതനുസരിച്ച് ഈ പ്രമാണങ്ങളെല്ലാം ജപ്തി ചെയ്തെടുത്താൽ ഈ ബാക്കി ഡെപ്പോസിറ്റേഴ്സിന് കാശ് കൊടുക്കാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രജിസ്ട്രാർ വന്നതിന് ശേഷം അത് ചെയ്യുന്നതിന് പകരം, സാധാരണ രജിസ്ട്രാർ വരുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്, അത് ചെയ്യുന്നതിന് പകരം അച്ഛന്റെ തലയിൽ കുറ്റം ചുമത്തി വെച്ച് അച്ഛൻ ചെയ്ത തിരിമറി എന്നുള്ളത് ആക്കി. പക്ഷെ അതിനെതിരെ എല്ലാം ഈ അലിഗേഷൻസ് എല്ലാം റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും ആയിട്ട് അച്ഛൻ November 2 ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു മാധ്യമങ്ങളിലും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം മാനസികമായി ഈ കള്ളക്കേസുകൾ കൊടുക്കുകയും അച്ഛനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു. അച്ഛൻ ഒരുപാട് മാനസിക സംഘർഷത്തിലാവുകയായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല. അവസാന കാലം വരെയും കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു പ്രാദേശികമായിട്ടും. ഇങ്ങനൊരു ഘട്ടത്തിലെത്തിയപ്പോഴും നിരപരാധിയാണെന്ന് സ്വയം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയും ഉണ്ടായിരുന്നില്ല? അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു സഹായം ചോദിച്ചില്ലേ? ഇല്ല, അച്ഛൻ ആക്ച്വലി അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞത് ലീഗലി ഒരു ഇത് നടന്നുകൊണ്ടിരിക്കില്ല, അത് അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നാണ് എന്നോട് അവസാനമായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ ആരോടെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചപ്പം ഇല്ല, അത് ലീഗലി ഒരു ഇഷ്യൂ നടക്കില്ല, അതെന്താന്ന് വെച്ചാൽ അതിന്റെ രീതിക്ക് തന്നെ നടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. വെള്ളനാട് ശശിയുടെ കൂടെ തന്നെ ചേർന്ന് ഈ അരുവിക്കര പോലീസും ഇതിൽ ഒത്തു കളിച്ചിട്ടുണ്ട്. അച്ഛനെ ഒത്തിരി ടോർച്ചർ ചെയ്തത് അരുവിക്കര പോലീസും വെള്ളനാട് ശശിയും ഒത്തുചേർന്നിട്ടാണ്. ലാസ്റ്റ് അച്ഛനെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കിയതെല്ലാം അവരാണ്. അച്ഛനെ ഒത്തിരി മെന്റലി ഡൗൺ ആയതും ഇത് കാരണമാണ്. ഇതാണ് അച്ഛന്റെ ആത്മഹത്യക്ക് വഴി തെളിച്ചത്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു ദിവസങ്ങൾക്ക് മുന്നേ, അതായത് അതിന് തലേ ദിവസം അതിന് മുന്നെയോ വെള്ളനാട് ശശി ഫോൺ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
അതറിയില്ല. പോലീസിന്റെ കൈവശമാണ് ഇപ്പോൾ ഫോണ്. അപ്പം അതെല്ലാം പരിശോധിക്കണം. നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അന്വേഷണം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ വെള്ളനാട് ശശിക്ക് പുറമെ CPM-ന്റെ ഏരിയ കമ്മിറ്റി തലത്തിലോ അങ്ങനെ ആരെങ്കിലും പ്രാദേശികമായിട്ട് ഇടപെട്ടിരുന്നോ അച്ഛനെ ഉപദ്രവിക്കാനായിട്ട്? ഇല്ല, നമ്മുടെ അറിവിലില്ല. വെള്ളനാട് ശശി ഓൾറെഡി ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. ഈ ഗേറ്റിൽ വന്ന് അടിക്കുക, മോശമായിട്ട് സംസാരിക്കുക, മുണ്ടൂരി കിടക്കുക, ഇങ്ങനെയൊക്കെയാണ് വെള്ളനാട് ശശി വീട്ടിൽ വന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഏതോ ഒരു കുട്ടിയെ തല്ലിയ കേസിൽ എന്തോ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. അതിനുശേഷം വെളിയിലിറങ്ങി വീണ്ടും ഇത് തുടരുകയായിരുന്നു.